Movie, bro. OG movie. What movie? Movie? Yeah, it's good, bro. Okay. It's a Daman's music and Pawan Kalyan is Sujit. Acting. I Acting. think it's good. Yeah. By movie. Super, Ah. super acting. Ah. Highlight movie. Pawan Kalyan acting. వేరే లెవెల్ నెక్స్ట్ లెవెల్ అంతే మనల్ని ఎవరు ఆపలేరు అంతే Movie. బాగుందండి మూవీ బాగుంది చూడొచ్చు Ah. మంచి హైప్ ఇచ్చారు పవన్ కళ్యాణ్ Pawan Kalyan acting. పవన్ కళ్యాణ్ యాక్టింగ్ చాలా బాగుంది Okay. సూపర్ ఎలిమెంట్ Overall theater experience. ఎలివేషన్ బాగుంది పవన్ కళ్యాణ్ ఎలివేషన్ చాలా గట్టిగా ఇచ్చారు బాగుంది సూపర్ நல்லா இருக்கு మూవీ நல்லா இருக்கு Okay. Pawan Kalyan act. పవన్ కళ్యాణ్ ఇస్ అల్టిమేట్ యా షోన్ వెరీ గుడ్ അടിപൊളി. പവൻ കല്യാൺ. സൂപ്പർ പവൻ കല്യാൺ സിനിമ ആദ്യമായിട്ടാണ് സ്പെഷ്യൽ പ്രിവ്യൂ ഷോ വന്ന് കാണുന്നത്. അതും നാളെ റിലീസ് ഇരിക്കെ തന്നെ വന്ന് കാണുന്നത് തെലുങ്ക് ഓഡിയൻസിന് പറ്റിയൊരു പടം. അത് ഈ തെലുങ്ക് ഓഡിയൻസ് ഒരിക്കലും ഈ മാറ്റത്തിലോട്ട് ചിന്തിക്കാത്ത ഒരാൾക്കാരാണ്. നമ്മൾ സത്യം പറഞ്ഞാൽ കേരളത്തിൽ കൂടെ എത്രത്തോളം അഫക്റ്റ് ആകും, അത് എത്രത്തോളം ഇത് ഓടും ഒന്നും പറയാം. കാരണം ഉറപ്പായിട്ട് ഈ പടം വീഴാൻ സാധ്യതയുള്ള പടമാണ്. തെലുങ്കിൽ ഈ പടം കൊളുത്തും. കാരണം എന്ന് വെച്ചാൽ ഇപ്പം ആ ലെവലിൽ, അതായത് ഗുഡ് ബൈ ഡഗ്ലി അജിത്തിൻ്റെ ഒരു ഷോ കാണിക്കാൻ വേണ്ടി എടുത്തതുപോലെ ആണെങ്കിൽ ഇത് പവൻ കല്യാണിൻ്റെ വൺ മാൻ ഷോയ്ക്ക് വേണ്ടി മാത്രം എടുത്തൊരു പടമാണ്. വെറും എടുത്തു പറയാൻ നമുക്ക് തിയേറ്റർ മെറ്റീരിയലാണ് ഈ പടം. തമൻ്റെ മ്യൂസിക്കാണ് ഈ പടത്തിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇൻഡോമ തുടക്കം മുതൽ അവസാനം ഈ കത്തിക്കുക എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ കത്തിച്ചിട്ട് ഇങ്ങനെ തീപ്പട്ടി ചോദിക്കുമ്പോൾ തീ തരില്ല, ആ റേഞ്ചായിരുന്നു മ്യൂസിക്ക്. ഈ ലക്ഷ്യമെന്ന് വെച്ചാൽ പവൻ കല്യാണം എന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ എക്സ്പ്രഷനോ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. തെലുങ്കിലൊക്കെ വൺ ഫാൻസ് ഉള്ള മെഗാസ്റ്റാർ വേറെ ലെവലാണ്, പവർ സ്റ്റാറാണ്, ഭയങ്കര സംഭവമാണ്. ഒന്നുമില്ല, അവരെല്ലാം അവരൊരു റേഞ്ചിൽ പവൻ കല്യാണം വേറെ ലെവലാണ്. പക്ഷേ കേരളത്തിൽ നോക്കുമ്പോഴേ നമുക്ക് ഒരു പടം കാണുന്ന ഒരു ഫീൽ വരുമ്പോഴത്തേക്കും ഒന്നുമില്ല. ആ സീസൺ തെലുങ്ക് പടം തന്നെയാണ്. വേറെ പ്രത്യേക എടുത്ത് പറയുന്ന ഹൈപ്പിനനുസരിച്ചുള്ള സംഭവങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് ചുമ്മാ കണ്ട് തിയേറ്ററിൽ തമൻ്റെ മ്യൂസിക്കിന് വേണ്ടി മാത്രം കാണാം. ആ റേഞ്ചിലെടുത്തൊരു പടം പോലെ തോന്നി. അല്ല പടം വയസ്സ് ഒന്നുമില്ലെന്ന് വെച്ചാൽ ഒന്നുമില്ല. തെലുങ്ക് സത്യം പറഞ്ഞാൽ രാജമൗലി ഇല്ലാതെ വേറെ ആരും തെലുങ്ക് ഇൻഡസ്ട്രിയെ മേലിലോട്ട് കൊണ്ടുവരാൻ പറ്റൂല. ആ റേഞ്ചിലോട്ട് പോയി കഴിഞ്ഞു. കാരണം സാധാ നോർമൽ ഒരു പടം, അത് കേരളത്തിൽ തെലുങ്കിലാണെങ്കിലും തമിഴിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും കേരളത്തിലുള്ളൊരു പടം കാണും. പക്ഷെ പുറത്തുള്ളവർക്കല്ല, അവരെ ലാംഗ്വേജ് ഇട്ടാൽ മാത്രമേ കാണുള്ളൂ. ആ ഒരു രീതിയിൽ നിന്ന് പുറത്ത് പോകാത്ത ആൾക്കാരാണ് ഇപ്പോഴും അവിടെ ഉള്ളത്. അതുകൊണ്ട് അവർക്കൊക്കെ ഈ പടം മാക്സിമം കത്താനും അവർക്ക് വർക്കാവാനും സാധ്യതയുണ്ട്. ഇവിടെ ഇത് വർക്കാവില്ല. കാരണം ഒന്നുമില്ല. ആ സീരീസ് നമ്മൾ കണ്ടുമടുത്ത സെയിം ടെംപ്ലേറ്റിൽ സെയിം ഇതിൽ ഒരു പവൻ കല്യാൺ ഫാൻ ഈ പടം ഇഷ്ടപ്പെടും. അല്ലാത്തവർക്ക് നോർമൽ ഒരു ആവറേജിനേക്കാൾ താഴെ തോന്നുന്നു. പക്ഷേ തമൻ വേറെ ഒന്നും പോലെ തമൻ തന്നെയാണ് കത്തിച്ചത്.